Hi friends, കഴിഞ്ഞ വീഡിയോയിൽ വാല്യൂ ഓഫ് സപ്ലൈയുടെ ഇൻട്രൊഡക്ഷൻ അതായത് ടിൽ 15 സബ്സെക്ഷൻ 1 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നു. അതിൽ നമ്മൾ സപ്ലയറും റെസിപ്പിയന്റും റിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും അത് ഫർദർ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പാർട്ട് 1 നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ റിലേറ്റഡ് ആണോ, ലൈക്ക് സപ്ലയറും റെസിപ്പിയന്റും റിലേറ്റഡ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് സെക്ഷൻ 15 എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിലൊരു ലിസ്റ്റ് അവർ പറയുന്നുണ്ട് ആരൊക്കെയാണ് റിലേറ്റഡ് എന്നുള്ളത്. നമുക്ക് അടുത്തത് ആ ലിസ്റ്റിലേക്ക് പോവാം. സെക്ഷൻ 15 എക്സ്പ്ലനേഷൻ പറയുന്നത് റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യമായിട്ട് പറയുന്നത് ദേ ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. എ ബി പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്. എ ബിയുടെ ബിസിനസ്സിൽ ഒരു ഓഫീസറാണ് അല്ലെങ്കിൽ ഡയറക്ടർ. അതേപോലെ ബി വന്നിട്ട് എയുടെ ബിസിനസ്സിൽ ഒരു ഓഫീസറാണ് ഡയറക്ടറാണ്. ഇംപ്ലൈഡ് എന്താ, രണ്ടുപേരുടെ ബിസിനസിന്റെയും കൺട്രോളിങ് അഫയേഴ്സിൽ ഇൻവോൾവ് ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, രണ്ട് വ്യക്തികളുണ്ട്. എ ബിയുടെ ബിസിനസ്സിൽ ഓഫീസറോ ഡയറക്ടറോ ആണ്. അതേപോലെ ബി മറിച്ചും രണ്ട് സ്ഥലത്തും ഉണ്ട് കേട്ടോ. ബി തിരിച്ച് എയുടെ ബിസിനസ്സിൽ ഓഫീസറോ ഡയറക്ടറോ ആണെങ്കിൽ അവരെന്താ പറയുന്നത്, എയും ബിയും റിലേറ്റഡ് ആണ്. അതായത് ഇവര് തമ്മിൽ ഒരു സപ്ലൈ നടന്ന പ്രൈസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, വാല്യൂ സപ്ലൈ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, they are officers or directors of one another business. So A and B are related person if and the A is director or officer in B's business and B is director or officer in A's business. ഇത് രണ്ടുമാണെങ്കിൽ അവര് റിലേറ്റഡ് പേഴ്സൺ ആണ്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്, ദേ ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ബിസിനസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് എല്ലാവരും റിലേറ്റഡ് ആണ്. ഓക്കെ, സോ എ ബി സി പറഞ്ഞ മൂന്ന് പേരും കൂടെ ഒരു പാർട്ട്ണർഷിപ്പും തുടങ്ങി. എയും ബിയും സിയും റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താ, ബോത്ത് ഓഫ് ദം ആർ കൺട്രോൾഡ് ബൈ എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്താ എക്സാമ്പിൾ, നമ്മുടെ ടാറ്റ സൺസ് ലിമിറ്റഡ്. ഓക്കെ, ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. ഇത് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, ടി സി എസിനെയും കൺട്രോൾ ചെയ്യുന്നത്. സോ ടാറ്റ മോട്ടോഴ്സും ടി സി എസും ഒരു കോമൺ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം രണ്ടിന്റെയും പാരന്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സെയിം ആണ്. അപ്പൊ അവരെന്താ പറയുന്നത്, ടാറ്റ മോട്ടോഴ്സും ടി സി എസും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ ആൽഫബറ്റിന്റെ കീഴിൽ തന്നെയാണ് എന്ത് വരുന്നത്, നമ്മുടെ യൂട്യൂബും ആൽഫബറ്റിന്റെ കീഴിലാണ് വരുന്നത്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ക്രോമും ആൽഫബറ്റിന്റെ കീഴിലാണ് വരുന്നത്. സോ അത് രണ്ടും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ രണ്ട് ബിസിനസ്സുകളെ ഒരു കോമൺ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇവര് രണ്ടുപേരും റിലേറ്റഡ് ആണെന്ന് പറയും. ഇനി മൂന്നാമതായിട്ട് വൺ പാർട്ടി കൺട്രോൾസ് അതർ പാർട്ടി. ഒരാൾ വേറൊരാളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാമ്പിൾ എന്താ, നമ്മൾ തന്നെ ടാറ്റ സൺസ് ലിമിറ്റഡ് ടി സി എസിനെ കൺട്രോൾ ചെയ്യുന്നു. കാരണം ടി സി എസ് ടാറ്റ സൺസ് ലിമിറ്റഡിന് എന്താ സബ്സിഡറിയാണ്. അപ്പൊ ടാറ്റ സൺസ് ലിമിറ്റഡും ടി സി എസും എന്താ റിലേറ്റഡ് ആണ്. സാർ അപ്പൊ മുന്നേ പറഞ്ഞ എക്സാമ്പിളോ, ടാറ്റ സൺസ് ലിമിറ്റഡ് ഉണ്ട്, എന്റെ കീഴിൽ ടാറ്റ മോട്ടോഴ്സും ഉണ്ട്, ടി സി എസും ഉണ്ട്. ഇവര് രണ്ടുപേരും റിലേറ്റഡാ. കാരണം എന്താ, ദേ ആർ കൺട്രോൾഡ് ബൈ എ കോമൺ പാർട്ടി. ഇവരും റിലേറ്റഡ് ആണ്, ഇവരും റിലേറ്റഡാ. അതെന്തുകൊണ്ടാ, കാരണം ടാറ്റ സൺസ് ടി സി എസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ വൺ പേഴ്സൺ കൺട്രോൾ അനദർ. ഹോൾഡിങ്ങും സബ്സിഡറിയും റിലേറ്റഡ് ആണ്. രണ്ട് സബ്സിഡറികളും തമ്മിലും റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പോയിന്റ്, എ തേർഡ് പാർട്ടി ഹോൾഡിംഗ് 25% ഓഫ് വോട്ടിംഗ് പവർ ഓഫ് ബോത്ത് ഓഫ് ദം. രണ്ട് ബിസിനസ്സുകളുണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഇവിടെ സെഡ് പറയുന്ന ആൾക്ക് രണ്ട് ബിസിനസ്സിലും 25% കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ട് വിചാരിക്കുക. 25% വോട്ടിംഗ് പവർ കൊണ്ട് എന്ത് കിട്ടില്ല, കൺട്രോൾ കിട്ടില്ല. കൺട്രോൾ കിട്ടണമെങ്കിൽ എന്ത് വേണം, മോർ ദാൻ 50 എങ്കിലും വേണം. ബട്ട് ഇവിടെ സെഡ് പറയുന്ന ആൾക്ക് രണ്ട് ബിസിനസ്സുകളിലും മോർ ദാൻ 25% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിലും ഇവര് രണ്ടുപേരെയും നമ്മൾ റിലേറ്റഡ് പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. എയുടെയും ബിയുടെയും രണ്ട് ബിസിനസ്സുകളുടെയും മോർ ദാൻ 25% വോട്ടിംഗ് പവർ ഒരു തേർഡ് പാർട്ടി ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരും എന്താ റിലേറ്റഡ് പാർട്ടിയാണ്. ടുഗദർ ദേ കൺട്രോൾ എ തേർഡ് പാർട്ടി. അതായത് ഇവിടെ ജോയിന്റ് വെഞ്ചറാ പറയുന്നത്. രണ്ട് ബിസിനസ്സുകൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഒരാളെ കൺട്രോൾ ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ എന്താ പറഞ്ഞാൽ, നമ്മുടെ പഴയ ഹീറോ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി, ഹോണ്ട എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയും കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി. എന്താ, ഹീറോ ഹോണ്ട. ഇവര് രണ്ടുപേരും കൂടെ ഹീറോ ഹോണ്ടയെ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അവരെന്താ പറയുന്നത്, ഈ രണ്ട് കമ്പനികളും
റിലേറ്റഡ് പാർട്ടിയാണ്. കൺട്രോൾ ചെയ്യുന്ന 2 കമ്പനികൾ റിലേറ്റഡ് പാർട്ടിയാണ്. അടുത്തത് എംപ്ലോയറും എംപ്ലോയിയും റിലേറ്റഡ് പാർട്ടിയാണ്. മെമ്പേഴ്സ് ഓഫ് സെയിം ഫാമിലി, നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ റിലേറ്റഡ് പാർട്ടിയാണ്. പക്ഷെ ഫാമിലിക്ക് GST ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഇൻകം ടാക്സിൽ ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്, GST ആക്ടിൽ അത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു ഡെഫിനേഷനേ ഉള്ളൂ. ആരാണ് ഫാമിലി? സ്പൗസ്, അതായത് ഹസ്ബൻഡോ വൈഫോ മക്കള്, സ്പൗസും ചിൽഡ്രനും റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവർ റിലേറ്റഡ് പാർട്ടിയാണ്. ആണ് എപ്പോ? ദേ ആർ ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ്. നമ്മളെ ആശ്രയിച്ചാണ് നമ്മുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ അവർ റിലേറ്റഡ് ആണ്, അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സപ്പോസ് എൻ്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, റിട്ടയർ ആയി, പെൻഷൻ ഉണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ നോക്കണം. അപ്പൊ അച്ഛൻ എന്തല്ല, എൻ്റെ റിലേറ്റഡ് പാർട്ടി അല്ല. അത് എൻ്റെ സ്പൗസോ മക്കളോ ആണെങ്കിൽ, ഓൾദോ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടെങ്കിലും അവർ ഫൈനാൻഷ്യലി എന്നെ ആശ്രയിക്കുന്നില്ലെങ്കിലും സ്റ്റിൽ ദേ ആർ റിലേറ്റഡ് പാർട്ടി. സ്പൗസ് ആൻഡ് ചിൽഡ്രൻ നമ്മൾ ഡിപ്പെൻഡൻസി നോക്കണ്ട. അതേസമയം പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താ, അവർ റിലേറ്റഡ് പാർട്ടി ആവണമെങ്കിൽ അവർ നമ്മളിൽ ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ് ആണോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഓക്കെ, ആൻഡ് സോൾ ഏജന്റ്, നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഒരു ഏജന്റ് വഴിയാണ് നമ്മൾ വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, കൺസെഷണർ, അപ്പൊ നമുക്ക് ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറേ ഉള്ളൂ. നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ഒക്കെ അയാളിലൂടെയാണ് നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അയാൾ നമ്മൾ റിലേറ്റഡ്, കാരണം നമ്മൾ അയാളിൽ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ 15 റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ ട്രാൻസാക്ഷൻ വാല്യൂവിന് വാല്യൂ സപ്ലൈ എടുക്കില്ല. ഈ ലിസ്റ്റിൽ പെടുന്ന ഒരു ബന്ധം ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂവിന് നമ്മൾ വാല്യൂ സപ്ലൈ. അപ്പൊ ആദ്യം എന്താ, 2 വ്യക്തികൾ തമ്മിൽ അവരവരുടെ ബിസിനസ്സുകളിൽ അവർ ഡയറക്ടറോ ഓഫീസറോ ആണ്, റിലേറ്റഡ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആണ്. 2 പേരെയും കോമൺ ആയിട്ട് ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നു, അതായത് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ 2 സബ്സിഡറികൾ, ആ സബ്സിഡറീസ് റിലേറ്റഡ് പാർട്ടിയാണ്. ഒരു പാർട്ടി വേറൊരു വ്യക്തിയെ, ഒരു പാർട്ടി വേറൊരു പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നു. 1 person കൺട്രോൾസ് അതർ പേഴ്സൺ, ഹോൾഡിംഗ് സബ്സിഡറി. ഹോൾഡിംഗ് സബ്സിഡറിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾഡിംഗും സബ്സിഡറിയും റിലേറ്റഡ് ആണ്. ദെൻ ഒരു വ്യക്തിക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് 2 സ്ഥാപനങ്ങളിലെ 25% വോട്ടിംഗ് പവറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ 2 സ്ഥാപനങ്ങളും റിലേറ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ ടുഗദർ ദേ കൺട്രോൾ എ തേർഡ് പാർട്ടി, ജോയിന്റ് വെഞ്ചർ, 2 സ്ഥാപനങ്ങൾ ചേർന്ന് മൂന്നാമതായിട്ട് ഒരു സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്നു. ഹീറോയും ഹോണ്ടയും കൂടെ പണ്ട് ഹീറോ ഹോണ്ടനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഹീറോവും ഹോണ്ടയും അത് 2 എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. എംപ്ലോയറും എംപ്ലോയിയും റിലേറ്റഡ് പാർട്ടിയാണ്. സെയിം ഫാമിലി മെമ്പേഴ്സ് റിലേറ്റഡ് പാർട്ടിയാണ്. സെയിം ഫാമിലി മെമ്പർ പറയുമ്പോൾ സ്പൗസും ചിൽഡ്രനും വെദർ ഡിപ്പെൻഡന്റ് ഓർ നോട്ട് ഇറലവൻറ്റ്. പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താ, ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ് ആണോ നോക്കണം. ആണെങ്കിൽ അവർ റിലേറ്റഡ് ആണ്. നമ്മുടെ ഏജന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അവർ മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരേ ഏജന്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഏജൻസ് ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ അവർ റിലേറ്റഡ് അല്ല. ഒരേ ഏജന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, റിലേറ്റഡ് പാർട്ടിയായി കൺസിഡർ ചെയ്യും. അപ്പൊ ഇതാണ് സെക്ഷൻ 15 എക്സ്പ്ലനേഷനിൽ പറയുന്ന റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ്. അപ്പൊ ഈ ലിസ്റ്റിൽ പെടുന്നുണ്ടെങ്കിൽ 15(1) ഫെയിലായി. ഈ ലിസ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ 15(1) ഫെയിലായി പറഞ്ഞാൽ ഈ കണ്ടീഷൻ എന്തായില്ല, മീറ്റ് ചെയ്തില്ല, റിലേറ്റഡ് അല്ല എന്നുള്ള. റിലേറ്റഡ് അല്ലെങ്കിലേ വാല്യൂ സപ്ലൈ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാൻ പാടില്ല. അപ്പൊ റിലേറ്റഡ് ആണെങ്കിലോ 15(4) പ്രകാരം CGST റൂളിലേക്ക് പോകേണ്ടതായിട്ട് വരും.